നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ റോയുടെ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ലോകത്തെ ഏറ്റവും മികച്ച ഇന്റലിജൻസ് ഏജൻസികളിൽ ഒന്നാണ് ഇന്ത്യയുടെ റോ. 1968 സ്ഥാപിതമായ റോ ഈ 2025 55 വർഷം തികയ്ക്കുകയാണ്. ഈ കാലയളവിൽ വളരെ സ്തുത്യർഹമായ സേവനങ്ങളാണ് റോ രാജ്യത്തിന് വേണ്ടി ചെയ്തത്. ഈ അവസരത്തിൽ റോയുടെ ആരംഭത്തെപ്പറ്റി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. 1947 സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇന്ത്യയുടെ പുനർനിർമ്മാണത്തിലാണ് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. 1947 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം പ്രവർത്തനം ആരംഭിച്ചത്. എങ്കിലും 1885 തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ആദ്യ രൂപം പ്രവർത്തനം ആരംഭിച്ചിരുന്നു. മേജർ ജനറൽ സർ ചാൾസ് മക്രിഗർ ആയിരുന്നു സിംലയിൽ സ്ഥാപിക്കപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഈ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ തലവൻ. 19ാം നൂറ്റാണ്ടിൽ റഷ്യ ബ്രിട്ടീഷ് ഇന്ത്യയിൽ അധിനിവേശം നടത്തുമോ എന്ന ആശങ്ക നിലനിന്നിരുന്നത് മൂലം അഫ്ഗാനിസ്ഥാനിലെ റഷ്യൻ സൈന്യവിന്യാസങ്ങൾ നിരീക്ഷിക്കാനായിരുന്നു ഇത് സ്ഥാപിച്ചത്. 1909 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ശക്തിയാർജിക്കുന്നത് മനസ്സിലാക്കിയ ബ്രിട്ടീഷ് അധികാരികൾ ഇത് നിരീക്ഷിക്കാൻ ഇംഗ്ലണ്ടിൽ ഇന്ത്യൻ രാഷ്ട്രീയ രഹസ്യാന്വേഷണ കാര്യാലയം സ്ഥാപിച്ചു. 1921 മുതൽ ഇന്ത്യൻ രാഷ്ട്രീയ രഹസ്യാന്വേഷണ വിഭാഗം, അതായത് ഇന്ത്യൻ പൊളിറ്റിക്കൽ ഇന്റലിജൻസ് IPI എന്ന് ഈ സ്ഥാപനം അറിയപ്പെട്ടു തുടങ്ങി. ഇന്ത്യൻ രാഷ്ട്രീയ രഹസ്യാന്വേഷണ വിഭാഗം പ്രവർത്തിപ്പിച്ചിരുന്നത് ബ്രിട്ടന്റെ ഇന്ത്യൻ കാര്യാലയവും അന്നത്തെ ഇന്ത്യൻ ഗവൺമെന്റും ചേർന്നാണ്. ബ്രിട്ടനിലെ സ്കോട്ട്ലൻഡ് യാർഡ്, MI5 എന്നീ രഹസ്യാന്വേഷണ സംഘടനകളുമായി IPI അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. 1933 രാഷ്ട്രീയ കലാപങ്ങൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് വഴിയൊരുക്കിയപ്പോൾ ഇന്ത്യയുടെ അതിർത്തികളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുക എന്നതായിരുന്നു പിന്നീട് IBയുടെ പ്രധാന കർത്തവ്യം. ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ രഹസ്യാന്വേഷണ സ്ഥാപനമാണ് ഇന്ത്യയുടെ IB. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷവും രാജ്യസുരക്ഷാപരമായ കാര്യങ്ങൾക്കുള്ള ഏജൻസി IB തന്നെയായിരുന്നു. IBയുടെ ആദ്യത്തെ ഭാരതീയ മേധാവിയായി സഞ്ജീവ് പിള്ളൈ സ്ഥാനമേറ്റു. 1949 പിള്ളൈ ഒരു വിദേശ ഇന്റലിജൻസ് സജ്ജീകരണത്തിന് തുടക്കമിട്ടു. എന്നാൽ ഇത് കാര്യക്ഷമമല്ല എന്ന വസ്തുത 1962 ചൈന ആക്രമണവും പിന്നാലെ വന്ന പാകിസ്ഥാന്റെ ആക്രമണവും നമുക്ക് മനസ്സിലാക്കി തരികയുണ്ടായി. 1966 അവസാനത്തോടെ കൂടുതൽ വിപുലവും സ്വതന്ത്രവുമായ ഒരു വിദേശ ഇന്റലിജൻസ് എന്ന ആശയം രൂപപ്പെട്ടു. 1968 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിസ്ഥാനം ഏറ്റെടുത്തപ്പോൾ ഒരു ദ്വിതീയ സുരക്ഷാ സംവിധാനം വേണമെന്ന് തീരുമാനിക്കുകയും രമേശ്വർനാഥ് കാവോ പുതിയ ഏജൻസിയുടെ പ്രാഥമിക രൂപരേഖ തയ്യാറാക്കുകയും ചെയ്തു. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് എന്ന നാമകരണം ചെയ്ത ഭാരതത്തിന്റെ ആദ്യ വിദേശ ഇന്റലിജൻസ് ഏജൻസിയുടെ പ്രഥമ മേധാവിയായി കാവോ ചുമതലയേറ്റു. ആദ്യകാലങ്ങളിൽ വിദേശ യുദ്ധതന്ത്രങ്ങൾ മാനുഷികവും സാങ്കേതികവും സമാന്തരമായി സൈനിക ഇന്റലിജൻസിന് സൈനിക തന്ത്രപരമായ ഉത്തരവാദിത്തങ്ങൾ എന്നിവ നൽകപ്പെട്ടു. 1968 സ്ഥാപിതമായ ശേഷം ഇന്ത്യയുടെ ആണവ പരീക്ഷണമടക്കം അതീവ രഹസ്യമായി റോ ചെയ്ത പ്രവർത്തനങ്ങൾ നിരവധിയാണ്. ബംഗ്ലാദേശ് വിഭജനം, സിക്കിമിനെ ഇന്ത്യയോട് ചേർക്കൽ, അങ്ങനെ പലതും റോയുടെ കിരീടത്തിലെ പൊൻതൂവലുകളാണ്. 250 അംഗങ്ങളും 2 കോടി ബഡ്ജറ്റുമായി ആരംഭിച്ച റോയിൽ ഇന്ന് 1000 മുതൽ 1500 അംഗങ്ങളുണ്ട്. വാർഷിക ബഡ്ജറ്റ് 150 മുതൽ 200 കോടി രൂപ. റോ ഏജന്റുമാർക്ക് പരിശീലനം നൽകുന്നത് USA, UK, ഇസ്രയേൽ എന്നീ രാജ്യങ്ങളിലാണ്. റോയുടെ ചരിത്രം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.